ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് 2ാം ക്ലാസ്സിലെ സെക്കൻഡ് ടേം മാത്സ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഡിസ്കസ് ചെയ്യാം. പ്രവർത്തനം 1. പഴക്കടയിൽ. ആരോഗ്യത്തിന് പഴങ്ങൾ കഴിക്കുന്നത് നല്ലതാണ്. ദിയയും റിജോയും പഴക്കടയിലെത്തി. അപ്പോൾ അവിടെ റിജോയും കൂടി പഴക്കടയിൽ നിൽക്കുന്നുണ്ട് അല്ലേ. ആ പഴക്കടയിൽ അവിടെ വില വിവരപ്പട്ടിക തന്നിരിക്കുന്നു. നമുക്ക് ആ വില വിവരപ്പട്ടിക ഒന്ന് നോക്കിയാലോ. അവിടെ ഇനത്തിൻ്റെ പേരും കിലോഗ്രാമിന് അതിൻ്റെ വില എത്രയാണെന്നും തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം. ഡ്രാഗൺ ഫ്രൂട്ടിന് 95 രൂപയാണ്, നേന്ത്രപ്പഴത്തിന് 60 രൂപ, ആപ്പിളിന് 90 രൂപ, ഓറഞ്ചിന് 52 രൂപ, പേരയ്ക്കയ്ക്ക് 35 രൂപ, മുന്തിരിക്ക് 64 രൂപ, മാങ്ങയ്ക്ക് 48 രൂപ. എന്നിട്ട് ചോദിക്കുകയാണ്, ഏതു പഴത്തിനാണ് കൂടുതൽ വില? നമുക്കൊന്നും കൂടി വില വിവരപ്പട്ടിക നോക്കാം. ഏതു പഴത്തിനാണ് വില കൂടുതൽ? കൂട്ടുകാരൊന്ന് നോക്കിയാ ഇതിലെങ്ങനെ കണ്ടുപിടിക്കാം? ഏറ്റവും വലിയ സംഖ്യ ഏതാന്ന് നോക്ക്. ഏതാണ് ഏറ്റവും വലിയ സംഖ്യ? നോക്കിയേ, കൂട്ടുകാർ നോക്കിയിട്ട് പറഞ്ഞേ, ഏതാ ഇതിൽ ഏറ്റവും വലിയത്? ഏതാ? 95 രൂപ, 95 റുപ്പീസാണ് ഏറ്റവും വലുത്. അപ്പം ഏത് പഴത്തിന് ഏറ്റവും കൂടുതൽ വില വന്നേക്കുന്നത്? ഡ്രാഗൺ ഫ്രൂട്ട് പഴത്തിന് 95 രൂപ. കണ്ടോ, 95 രൂപയുടെ തൊട്ടു നേരെയുള്ള പഴത്തിൻ്റെ പേര് എഴുതുക. എന്താ? ഡ്രാഗൺ ഫ്രൂട്ട്. അടുത്തത്, റിജോ 1 കിലോഗ്രാം നേന്ത്രപ്പഴവും 1 കിലോഗ്രാം മുന്തിരിയും വാങ്ങി. ആകെ എത്ര രൂപയാകും? റിജോ എന്താ വാങ്ങിയത്? നേന്ത്രപ്പഴവും മുന്തിരിയും. അപ്പോൾ 1 കിലോഗ്രാമിന് എത്രയാ നേന്ത്രപ്പഴത്തിന്? നേന്ത്രപ്പഴം എന്ന് എഴുതിയതിൻ്റെ നേരെ അതിൻ്റെ വില തന്നിട്ടുണ്ട്. എത്രയാ? 60, 60. അപ്പം പ്ലസ്. ഇനി മുന്തിരിക്ക് എത്രയാ വില തന്നേക്കുന്നത്? മുന്തിരി എന്ന് എഴുതിയതിൻ്റെ തൊട്ട് നേരെ തന്നേക്കുന്നത് എന്താ? 64, 64. അപ്പം എങ്ങനെ എഴുതും നമ്മൾ? 60 പ്ലസ് 64, 60 പ്ലസ് 64. ഇനി ഇത് കൂട്ടിയിട്ട് എത്രയാ നമുക്ക് കിട്ടുക? നമ്മളൊന്ന് കൂട്ടിയിട്ട് പറഞ്ഞേ, എത്ര കിട്ടും നമുക്ക്? 60 പ്ലസ് 64, 0 4 കൂടി കൂട്ടുമ്പോൾ 4, പിന്നെയോ 6 6 12. അപ്പോൾ എഴുതുമ്പോൾ എത്രയായി? 124. അപ്പോൾ എങ്ങനെയാ? നേന്ത്രപ്പഴത്തിനും മുന്തിരിക്കും കൂടി എത്ര രൂപ വന്നു? 124. ഓക്കെ കൂട്ടുകാരെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ദിയയ്ക്ക് 1 കിലോഗ്രാം മാങ്ങയും 1 കിലോഗ്രാം പേരയ്ക്കയും വാങ്ങാൻ എത്ര രൂപ വേണം? വീണ്ടും നമുക്ക് വില വിവരപ്പട്ടിക നോക്കാം. അപ്പം എന്താണ് ദിയയ്ക്ക് വാങ്ങേണ്ടത്? ദിയയ്ക്ക് വാങ്ങേണ്ടത് 1 കിലോഗ്രാം പേരയ്ക്കയും 1 കിലോഗ്രാം മാങ്ങയുമാണ് വാങ്ങേണ്ടത് അല്ലേ. പേരയ്ക്കയ്ക്ക് എത്ര രൂപയാണ്? 35. മാങ്ങയ്ക്കോ? മാങ്ങയ്ക്ക് 48. അപ്പം നമ്മൾ എങ്ങനെ എഴുതണം? പേരയ്ക്കയുടെ വില 35 പ്ലസ് 48, 35 പ്ലസ് 48. ഇനി നമുക്കൊന്ന് കൂട്ടി നോക്കിയാലോ. 5ഉം 8ഉം 5ഉം 8ഉം എത്രയാ? 8 മനസ്സിൽ വെച്ചു, 5 വിരലെടുത്തു. 8 കഴിഞ്ഞാൽ 9, 10, 11, 12, 13. 13ക്ക് 3 ഇട്ടു, ബാക്കിയൊന്ന് മുകളിലെഴുതി. എന്നിട്ട് 3ഉം 4ഉം 3ഉം 4 എത്രയാ? 7. 7നോട് കൂടി 1 കൂട്ടി 8. അപ്പം എത്ര കിട്ടി? 83 രൂപ. പേരയ്ക്കും മാങ്ങയ്ക്കും കൂടി എത്ര രൂപ വന്നു? 83. ഓക്കെ. മാങ്ങയും പേരയ്ക്കയും വാങ്ങിയ ശേഷം ദിയ കടക്കാരന് 100 രൂപ നൽകി. കടക്കാരൻ ബാക്കി എത്ര രൂപ ദിയയ്ക്ക് നൽകും? മാങ്ങയ്ക്കും പേരയ്ക്കും കൂടി ദിയ കൊടുത്തത് 100 രൂപ. മാങ്ങയ്ക്കും പേരയ്ക്കും കൂടി നമുക്ക് കിട്ടിയത് എത്ര രൂപയാ? 83 രൂപ. അപ്പോൾ 100 മൈനസ് 83 എത്ര കിട്ടും? 0-ൽ നിന്ന് 3 കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ 0 അടുത്ത ആളേന്ന് കടം ചോദിച്ചു. അയാളേലുണ്ടോ? ഇല്ല. 0 എന്ത് ചെയ്തു? അടുത്ത ആളേന്ന് കടം വാങ്ങിച്ചു. അങ്ങനെ ഈ 10-ൽ നിന്ന് 3 കുറച്ചാൽ എത്രയാ? 7. ഇനിയോ അടുത്ത 0 എത്രയാ? 9. 9-ൽ നിന്ന് 8 കുറച്ചാൽ എത്രയാ? 1. ഇനി 1 എന്തായി? 0 ആയില്ലേ. അപ്പം എത്രയാ നമുക്ക് ആൻസർ കിട്ടിയത്? 17 രൂപ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1 കിലോഗ്രാം നേന്ത്രപ്പഴത്തിനേക്കാൾ എത്ര കൂടുതലാണ് 1 കിലോഗ്രാം ഡ്രാഗൺ ഫ്രൂട്ടിന്?
അപ്പോൾ നമുക്ക് നേന്ത്രപ്പഴത്തിൻ്റെയും ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെയും വില ആദ്യം കാണാം. അതിൽ നിന്ന് വലുതിൽ നിന്ന് ചെറുത് കുറച്ച് നമുക്ക് ആൻസർ എഴുതാം. നമുക്ക് വില വിവരപ്പട്ടിക നോക്കാം. ഡ്രാഗൺ ഫ്രൂട്ട് 95, നേന്ത്രപ്പഴം 60. 95 മൈനസ് 60 എത്രയാ? 5 ഇറക്കിയിട്ടു. ഇനി 9ൽ നിന്ന് 6 കുറച്ചാൽ എത്രയാണ്? 3. നേന്ത്രപ്പഴത്തിനേക്കാൾ എത്ര കൂടുതൽ രൂപയാണ് ഡ്രാഗൺ ഫ്രൂട്ടിന് വന്നേക്കണത്? 35. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. ഇനി എത്ര? റിജോയുടെ കയ്യിൽ ഒരു 50 രൂപ നോട്ടും 2 10 രൂപ നോട്ടും 2 1 രൂപ നാണയങ്ങളുമുണ്ട്. റിജോയുടെ കയ്യിൽ ആകെ എത്ര രൂപയുണ്ട്? അപ്പോൾ റിജോയുടെ കയ്യിൽ ഒരു 50 രൂപ നോട്ട്, 50 പ്ലസ് 2 10 രൂപ നോട്ട്. അപ്പോൾ 2 പ്രാവശ്യം 10 എന്ന് എഴുതണം. അപ്പോൾ 10 പ്ലസ് 10 പ്ലസ് ഇനി 2 1 രൂപ നാണയം, 1 പ്ലസ് 1. ഓക്കെ, 50നോട് കൂടി 10 കൂട്ടിയപ്പോൾ 60, പിന്നെയും 10 കൂട്ടിയപ്പോൾ 70, പിന്നെ 1 കൂട്ടിയപ്പോൾ 71, പിന്നെയും 1 കൂട്ടിയപ്പോൾ 72. ഓക്കെ കൂട്ടുകാരെ, റിജോയുടെ കയ്യിൽ എത്ര രൂപയുണ്ട്? 72. ഓക്കെ, ഇനി ഈ കിട്ടിയ സംഖ്യയെ വിവിധ രീതിയിൽ എഴുതി നോക്കൂ. നമുക്ക് എത്രയാണ് കിട്ടിയത്? 72. ഈ 72നെ വിവിധ രീതിയിൽ നമ്മൾ എഴുതാൻ പോകുകയാണ് കേട്ടോ. 72 എന്ന് നമ്മൾ നടുക്കിൽ എഴുതി. ഇനി നമ്മൾ എന്ത് എഴുതും? റിജോയുടെ കയ്യിൽ ഉണ്ടായിരുന്നത് എഴുതാല്ലേ. എങ്ങനെയാണ്? 50 പ്ലസ് 10 പ്ലസ് 10 പ്ലസ് 1 പ്ലസ് 1. ഇനി മറ്റൊരു രീതിയിൽ എങ്ങനെ എഴുതാം? 50 പ്ലസ് 2 10ന് പകരം നമുക്ക് എന്ത് എഴുതാം? ഒരു 20 എന്ന് എഴുതാല്ലേ. 20 പ്ലസ് ഇനി 2 1ന് പകരം നമുക്ക് എന്ത് എഴുതാം? 2ഉം കൂട്ടി ഒരുമിച്ച് 2 എന്ന് എഴുതാല്ലേ. അപ്പം എങ്ങനെ എഴുതുക? 50 പ്ലസ് 20 പ്ലസ് 2. ഇനി നമുക്ക് എങ്ങനെ എഴുതാം? 50 എന്നുള്ളത് മാറ്റിയിട്ട് നമുക്ക് എന്ത് എഴുതാം? 50 എന്ന് മാറ്റിയിട്ട് 5 10 എഴുതാല്ലേ. പിന്നെ പ്ലസ് എന്ത് ചെയ്യാം? 2 10 ഉള്ളത് എന്ത് ചെയ്യാം? 20 എന്ന് തന്നെ എഴുതാം. പ്ലസ് 1 പ്ലസ് 1. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ എഴുതാം? ഇനി നമുക്ക് 72 എന്നുള്ളത് 7 10കളാക്കി എഴുതി പ്ലസ് 2 എന്ന് എഴുതാം അല്ലേ. അപ്പം എങ്ങനെ എഴുതാം? 10 പ്ലസ് 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 2. ഓക്കെ കൂട്ടുകാരെ, ഇങ്ങനെ നമുക്ക് പല വിധത്തിലും ഈ 72 എന്ന രൂപയെ മാറ്റി ചേഞ്ചാക്കി എഴുതാം. അടുത്തത് അപകടങ്ങളിൽ പെടുമ്പോൾ. അപകടങ്ങളിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടും എന്നതിനെക്കുറിച്ച് നീതുവിൻ്റെ സ്കൂളിൽ ക്ലാസ് നടക്കുകയാണ്. ഓരോ ക്ലാസ്സിൽ നിന്നും പങ്കെടുത്ത കുട്ടികളുടെ എണ്ണം നോക്കൂ. ക്ലാസ് 1 22, ക്ലാസ് 2 17, ക്ലാസ് 3 24. അപകടങ്ങളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും അതിനെക്കുറിച്ച് ഒരു ക്ലാസ് എടുക്കുകയാണ്. നീതുവിൻ്റെ സ്കൂളിൽ നടന്ന ക്ലാസ്സിൽ ഓരോ ക്ലാസ്സിലും എത്ര കുട്ടികൾ പങ്കെടുത്തു എന്നാണ്. 1ാം ക്ലാസ്സിൽ 22 കുട്ടികളാണ് പങ്കെടുത്തത്, 2ാം ക്ലാസ്സിൽ 17 കുട്ടികളാണ് പങ്കെടുത്തത്, 3ാം ക്ലാസ്സിൽ 24 കുട്ടികളാണ് പങ്കെടുത്തത്. 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും കൂടി എത്ര കുട്ടികൾ പങ്കെടുത്തു? അപ്പോൾ 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും കൂടി എത്ര കുട്ടികൾ പങ്കെടുത്തു? 1ാം ക്ലാസ്സിലെ കുട്ടികളെയും 2ാം ക്ലാസ്സിലെ കുട്ടികളെയും നമുക്ക് കൂട്ടി എഴുതാം അല്ലേ. അപ്പോൾ 22 പ്ലസ് 17 എത്രയാ? 2ഉം 7ഉം 9, 2ഉം 1ഉം 3. അപ്പോൾ എത്രയാ? 39. ഓക്കെ കൂട്ടുകാരെ, ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. 3ാം ക്ലാസ്സിനേക്കാൾ 5 പേർ കൂടുതലാണ് 4ാം ക്ലാസ്സിൽ പങ്കെടുത്തത് എങ്കിൽ 4ാം ക്ലാസ്സിൽ പങ്കെടുത്ത കുട്ടികളുടെ എണ്ണം എത്ര? അപ്പോൾ 3ാം ക്ലാസ്സിൽ പങ്കെടുത്ത കുട്ടികൾ 24. ഇനി 4ാം ക്ലാസ്സിൽ പങ്കെടുത്ത കുട്ടികൾ എത്രയാവും? 24നോട് കൂടി 5 കൂടുതലാണ്. 3ാം ക്ലാസ്സിലെ കുട്ടികളെക്കാളും 5 ആൾ കൂടുതലാണ്. അപ്പോൾ 3ാം ക്ലാസ്സിലെ കുട്ടികളെ പ്ലസ് എന്ത് ചെയ്യണം? 5. അപ്പോൾ 24 പ്ലസ് 5 എത്രയാ? 29. അപ്പം 4ാം ക്ലാസ്സിലെ കുട്ടികൾ 29. ഇനി അടുത്ത ചോദ്യം, 3ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലും കൂടി എത്ര കുട്ടികൾ പങ്കെടുത്തു? 3ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലും കൂടി പങ്കെടുത്ത കുട്ടികളുടെ എണ്ണം അറിയാൻ 3ാം ക്ലാസ്സും 4ാം ക്ലാസ്സും കൂടി കൂട്ടുക. എത്ര കിട്ടും? 24 പ്ലസ് 29. എത്രയാണ് ആൻസർ വരുന്നത്?
4ഉം 9ഉം 9 മനസ്സിൽ വെച്ചു, 4 വിരൽ കയ്യിലെടുത്തു. ഇനിയോ 9 കഴിഞ്ഞാൽ 10, 11, 12, 13. 13ക്ക് എന്ത് എഴുതി? 3 എന്ന് എഴുതി. ബാക്കി 1 മുകളിലിട്ടു. 2ഉം 2ഉം 4 പ്ലസ് ഈ 1ഉം കൂടി കൂട്ടുമ്പോൾ 5. അപ്പം എത്രയായി? 53 കുട്ടികളാണ് 3-ാം ക്ലാസ് 4-ാം ക്ലാസ്സിലും കൂടി പങ്കെടുത്തത്. 4ാമത്തെ ചോദ്യം, കൂടുതൽ കുട്ടികൾ പങ്കെടുത്ത ക്ലാസ് ഏത്? എത്ര? 1-ാം ക്ലാസ്സിലെ കുട്ടികൾ 22, 2-ാം ക്ലാസ്സിൽ 17, 3-ാം ക്ലാസ്സിൽ 24, 4-ാം ക്ലാസ്സിൽ എത്രയാ? 29. അപ്പം ഏറ്റവും കൂടുതൽ ഏത് ക്ലാസ്സിലെ കുട്ടികളാണ് പങ്കെടുത്തത്? 4-ാം ക്ലാസ്സിലെ കുട്ടികളാണ് പങ്കെടുത്തത്. എത്ര പേരുണ്ട്? 29. ഓക്കെ, അപ്പം ഏത് ക്ലാസ്സാ? 4-ാം ക്ലാസ്. എത്ര കുട്ടികൾ? 29. 5ാമത്തെ ചോദ്യം, 3-ാം ക്ലാസ്സിനേക്കാൾ എത്ര കുട്ടികൾ കുറവാണ് 1-ാം ക്ലാസ്സിൽ? 3-ാം ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം 24, 1-ാം ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം 22. 1-ാം ക്ലാസ്സിലെ കുട്ടികൾ എത്ര എണ്ണം കുറവുണ്ട്? 24 മൈനസ് 22 എത്രയാ? 4-ൽ നിന്ന് 2 പോയപ്പോൾ 2, 2-ൽ നിന്ന് 2 പോയപ്പോൾ 0. അപ്പോൾ എത്രയാ? 2. എത്ര കുട്ടികളാണ് കുറവുള്ളത്? 2 കുട്ടികളാണ് 1-ാം ക്ലാസ്സിൽ കുറവുള്ളത്. 3-ാം ക്ലാസ്സിനേക്കാൾ 2 കുട്ടികളാണ് 1-ാം ക്ലാസ്സിൽ കുറവ്. ഓക്കെ കൂട്ടുകാരെ, ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം. ബൈ.